സുമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രകാശിൻ്റെ എല്ലാ കണക്കൂട്ടലുകളും പ്രകാശൻ നടപ്പിലാക്കിയെടുക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഈ പ്രഭാവതിയെ കാണാനായിട്ട് പ്രകാശൻ വരുന്ന സമയത്ത് പ്രഭാവതിയും ഭാർഗവിയും ചേർന്ന് ഈ പ്രകാശിനെ ഇറക്കി വിടാൻ നോക്കുന്നുണ്ടെങ്കിലും പ്രകാശനാണെങ്കിൽ നല്ലോണം തന്നെ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ചോദിച്ചതും ഭാർഗവിയും പ്രഭാവതിയും കൂടെ ഈ പ്രകാശിന് വെള്ളം കൊണ്ടു കൊടുക്കുമ്പോൾ പ്രകാശിനെ വെള്ളമൊക്കെ ആർത്തിയോട് കൂടിയാട്ടോ കുടിക്കണത്. ആദ്യമായിട്ട് വെള്ളം കിട്ടണ പോലെ തന്നെ ആർത്തിയൊക്കെ കാണിച്ച് കുടിക്കുമ്പോൾ ഈ ഭാർഗവിക്കും പ്രഭാവതിക്കും ഈ പ്രകാശിനെ കുറച്ചൊക്കെ ഒരു വിശ്വാസമാവുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നും അല്ല, എനിക്ക് പറയാനുള്ളത് മീരയെക്കുറിച്ചാണ്, മീരയുടെ മരണത്തെക്കുറിച്ചാന്ന് പറയുമ്പം പ്രഭാവതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. മീരയുടെ കാര്യം നീ പറയണ്ട, മീരയുടെ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല, നീയല്ലേ എൻ്റെ കുഞ്ഞിനെ കൊന്നേന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ മേഡം ഞാനല്ല, എനിക്കതിലൊരു പങ്കുമില്ല, മീരയെ കൊന്നത് മേഡത്തിൻ്റെ ശത്രുവായിട്ടുള്ള ആ അരുന്ധതിയാണ്. അന്നേരം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അരുന്ധതി എന്തിനാ മീരയെ കൊല്ലണേന്ന് ചോദിക്കുമ്പം അത് മേഡത്തോടുള്ള ശത്രുത തീർത്തതാ, അല്ലാതെ മീരയോട് അരുന്ധതിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. പറയണതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാലും അരുന്ധതി എന്തിനും മീരയെ കൊല്ലണം, എന്നോട് ശത്രുത ഉണ്ടെങ്കിൽ അത് എന്നോടല്ലേ തീർക്കണ്ടേന്ന് ചോദിക്കുമ്പം അന്ന് ആ ഫംഗ്ഷൻ നടന്ന സമയത്ത് അരുന്ധതി വന്നതും മീരയെ കൂട്ടിക്കൊണ്ടു പോയതും പിന്നെ മീരയെ ശ്വാസം മുട്ടിച്ച് കൊന്ന കാര്യങ്ങളെല്ലാം ഈ പ്രകാശ് മേനോൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്. പ്രഭാവതിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് കഴിയുമ്പം സത്യമാണെന്ന് തോന്നുന്നുണ്ട്. സത്യത്തിൽ ഈ പ്രകാശ് മേനോൻ പറയണത് മനഃപൂർവ്വം ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ കൊലപാതകം ചെയ്തത്. അരുന്ധതി ഒന്നും ആയിരിക്കൂല, പ്രകാശ് മേനോൻ തന്നെ ചെയ്ത കൊലപാതകമായിരിക്കും. ഇനിയിപ്പോൾ പ്രഭാവതിക്കും അരുന്ധതിക്കും തമ്മിൽ ശത്രുതയുണ്ടെന്ന് അറിഞ്ഞിട്ട് പ്രകാശ് മേനോൻ്റെ കളി തന്നെയായിരിക്കും കേട്ടോ. എന്തായാലും ഇതെല്ലാം കേട്ട് കഴിയുമ്പം പ്രഭാവതിക്കാണെങ്കിൽ പ്രകാശ് മേനോനെ ചെറിയ വിശ്വാസമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ നീ ഇതാരോടും പറയാതിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പം അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലായിരുന്നു, ഞാനന്ന് രക്ഷപ്പെടാൻ വേണ്ടി നുണ പറയണയാന്നല്ലേ നിങ്ങളൊക്കെ ധരിക്കുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഞാൻ ആ കുറ്റത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാനിത് നിങ്ങളോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷേ സത്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലായിരുന്നു, കാരണം എനിക്കെതിരെയായിരുന്നു തെളിവുകളും സാക്ഷികളും എല്ലാം. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. ഇപ്പം എനിക്കിത് മേഡത്തോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് പറയാൻ വന്നത്. എന്നാൽ ഞാൻ പോയിക്കോട്ടെ മേഡം എന്ന് ചോദിക്കുമ്പം ഈ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നീ ഇനി എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുമ്പം എവിടെയെങ്കിലും പോയി താമസിക്കണം, എനിക്ക് താമസിക്കാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഞാനിന്ന് രാവിലെ ഗിരിയേട്ടൻ്റെ വീട്ടിൽ ചെന്നായിരുന്നു. ഗിരിയേട്ടൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കി. പിന്നെ അപ്പച്ചിയും രജനിയടുത്തിയും കാരണം എനിക്ക് അവിടുന്ന് ഭക്ഷണമൊക്കെ കിട്ടി. അവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായ. എത്ര ദിവസമായി നല്ലോണം ഞാനൊന്ന് ഭക്ഷണം കഴിച്ചിട്ടെന്ന് അറിയോ മേഡം എന്ന് പറയുമ്പോൾ ഈ പ്രഭാവതിക്കാണെങ്കിൽ ഇവനോട് ഭയങ്കര സഹതാപമാവുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അരുന്ധതിയെ മീരയെ കൊന്നതെന്ന് കേട്ടതും പ്രഭാവതിക്ക് പിന്നെ പ്രകാശിനോട് വിരോധത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, കുഞ്ഞ് ഇവന് വിശ്വസിക്കുകയൊന്നും വേണ്ട, ഇവൻ അരുന്ധതിയും കുഞ്ഞുമായിട്ട് ശത്രുത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ഒരു കഥ മെനേനാണോന്ന് അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം ഈ പ്രഭാവതി ഇങ്ങനെ സംശയത്തോടുകൂടി പ്രകാശനെ നോക്കുന്ന സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട്, അതെന്താ ആൻറ്റി അങ്ങനെ പറയണേ, ഞാൻ എന്തിനാ മനഃപൂർവ്വം ഒരു കഥ ഉണ്ടാക്കണത്. എന്തായാലും ഇനിയിപ്പോൾ അരുന്ധതി മേഡം കൊന്നതെന്ന് ഞാൻ പറഞ്ഞാലും അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എനിക്ക് ശിക്ഷ ഇളവൊന്നും കിട്ടൂലല്ലോ, പിന്നെ ഞാൻ വെറുതെ കള്ളം പറയണേ എന്തിനാന്ന്. പ്രഭാവതി പറയുന്നുണ്ട്, അരുന്ധതി ഇത് ചെയ്തെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടാൻ പോണില്ല, അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും, അവൾ ഇതിനെ അനുഭവിക്കാനിരിക്കണുള്ളൂ എന്നും പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പ്രകാശാണെങ്കിൽ ഞാൻ പോട്ടെ മേഡം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. പ്രകാശ് പോയി കഴിഞ്ഞതും ഈ പ്രഭാവതിയാണ് ഈ ഫോൺ എടുത്ത് വേഗം അരുന്ധതിക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയം അരുന്ധതിയാണ് ഈ ഋഷിയെ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ടെൻഷനിലിരിക്കുമ്പോഴാണ് പ്രഭാവതിയുടെ ഫോൺ വരുന്നത്. ഫോൺ കണ്ടതും ഈ അരുന്ധതി വിചാരിക്കുന്നുണ്ട് നന്ദൻ്റെ കാര്യങ്ങൾ ചോദിക്കാനായിരിക്കും വിളിക്കണേ, ഞാനതിനെന്തു മറുപടി പറയുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഫോണെടുത്ത് എന്താ പ്രഭാവതി എന്ന് ചോദിച്ചതും, എടി നീ ഇത്ര ദുഷ്ടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല, നിനക്ക് എന്നോട് വിരോധം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ അത് ഒരാളുടെ ജീവനെടുക്കാൻ പാകത്തിനാന്ന് ഞാൻ ധരിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ അരുന്ധതി വിചാരിക്കുന്നത് നന്ദനെ അരുന്ധതി കൊന്നു എന്നാണ് പ്രഭാവതി പറയണേന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, എന്താ പ്രഭാവതി നീ പറയണേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, നന്ദനെ ഞാനല്ല തട്ടിക്കൊണ്ടുപോയത്, നന്ദനെ ഞാൻ അപായപ്പെടുത്തിയിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ നന്ദൻ്റെ കാര്യമല്ല പറഞ്ഞത്, നന്ദൻ്റെ കാര്യത്തിൽ നിന്നെ എനിക്ക് സംശയമുണ്ട്, പക്ഷേ നീ ഞങ്ങളുടെ മീരയെ ഒരു കാര്യമില്ലാതെ കൊന്നു കളഞ്ഞല്ലോ എന്ന്. അത് കേട്ടതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, മീരയോ, ഏത് മീരയുടെ കാര്യം പ്രഭാവതി പറയണേന്ന് ചോദിക്കുമ്പോൾ നീ ഒരുപാട് അഭിനയിക്കുകയൊന്നും വേണ്ട, ചന്ദ്രമതിയുടെ മകളില്ലേ മീര, അവളെ കൊന്നത് നീയല്ലേടി. ഈ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ പ്രഭാവതി തലയ്ക്ക് വെളിവില്ലാതായോ, മീരയെ കൊന്നയാൾ ജയിലിലല്ലേ എന്ന് ചോദിക്കുമ്പം മീരയെ കൊന്നയാൾ ജയിലിലൊന്നും അല്ല, അത് നീയാ, നിന്നെ ഞാൻ അധികം വൈകാതെ ജയിലിലേക്ക് പറഞ്ഞു വിടൂടി, നീ കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ പ്രഭാവതി ഫോൺ വയ്ക്കുന്നുണ്ട്. ഫോൺ കട്ടായതും അരുന്ധതി വിചാരിക്കുന്നുണ്ട്, മീരയെ കൊന്നത് ഞാനാന്ന് പ്രഭാവതി പറയണേ എന്തുകൊണ്ടാണ്, അതെന്തിനാ ഞാൻ മീരയെ കൊല്ലണേ, ഈ പ്രഭാവതിക്ക് എന്താ തലക്ക് വെളിവില്ലാണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് എത്രയും പെട്ടെന്ന് സീമനെ കാണാൻ പറ്റുമെന്ന് മന്ത്രി ഉറപ്പ് കൊടുത്തതുകൊണ്ട് തന്നെ ദേവികയും സിദ്ധാർത്ഥനും മുരളിയും കൂടി ചന്ദ്രത്തേക്ക് വരികയാണ്. വരുന്ന വഴിക്ക് മുരളി ചോദിക്കുന്നുണ്ട്, നാളെ മിനിസ്റ്ററെ കാണാൻ പറ്റുമോ, സി എമ്മിനെ കാണാനുള്ള അനുമതി മേടിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, നാളെ ഉറപ്പായിട്ടും സി എമ്മിനെ കാണാനുള്ള അനുമതി വാങ്ങി തരാമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞ്. പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസമൊന്നും തോന്നണില്ല എന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞതും അതെന്താ വെച്ചാൽ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മന്ത്രി പഴയ മന്ത്രിയൊന്നുമല്ല, പണ്ട് ഞങ്ങൾ ഒരുമിച്ച് നടന്നവരാ, പക്ഷേ ഇപ്പം അവൻ്റെ സ്വഭാവമൊക്കെ മാറി, അവൻ നമ്മളെ ചതിക്കുവാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഇല്ല അച്ഛാ അങ്ങനെയൊന്നും ചെയ്യില്ല, എന്തായാലും മിനിസ്റ്റർക്കും സി എമ്മിനും എന്നോട് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലായിട്ടായിരിക്കാം മിനിസ്റ്റർ സി എമ്മിനെ കാണാൻ നമുക്ക് അനുമതി തന്നത്. എന്തായാലും നാളെ വിളിക്കുമെന്ന് നോക്കാം, വിളിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിലും സി എമ്മിനെ കാണണം വെച്ചാൽ. അന്നേരം മുരളി പറയുന്നുണ്ട്, നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ അന്വേഷണം നടത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഏത് രീതിയിൽ അന്വേഷണം നടത്തിയാലും അത് നന്ദന് ദോഷമായിട്ടേ വരുള്ളൂ, എന്തായാലും നിയമത്തിൻ്റെയും പോലീസിൻ്റെയും സഹായം തേടണേ നമുക്ക് എപ്പോഴും നല്ലത്. വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് നമ്മൾ എന്ത് പറയും അച്ഛാന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നടന്ന കാര്യങ്ങൾ പറയാം, അല്ലാതെ പ്രഭ ഇങ്ങനെ ഏത് നേരവും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, പ്രഭയല്ലേ ഇതിനെല്ലാം കാരണക്കാരി, അന്ന് നന്ദൻ ഇത് ചെയ്തപ്പോൾ തന്നെ നമ്മളെ അറിയിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അത് മാത്രമല്ല സി എമ്മിന് ഇപ്പം മോളോട് വിരോധം തോന്നാൻ കാരണക്കാരിയും പ്രഭ തന്നെയല്ലേ, അന്ന് ആ പ്ലാന്റിന് അനുമതി കൊടുക്കരുതെന്ന് എല്ലാവരും പറഞ്ഞതാ, ഞാനും ആ പ്ലാന്റിൻ്റെ അനുമതി ഒരുപാട് എതിർത്തതാ, എന്നിട്ട് പ്രഭയുടെയും നന്ദൻ്റെയും നിർബന്ധത്തിനല്ലേ മോളത് ചെയ്തത്, അന്ന് മോൾ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു, എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ അതങ്ങനെ ചെയ്യേണ്ട വരില്ലായിരുന്നു എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അത് അച്ഛനറിയാലോ, അന്നത്തെ എൻ്റെ സാഹചര്യം അതായിരുന്നു, എനിക്ക് സമ്മർദ്ദം സഹിക്കാൻ പറ്റാണ്ടാണ് ഞാൻ ആ പ്ലാന്റിന് അനുമതി കൊടുത്തതെന്ന്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിനെയും ഭാർഗവീനെയാണ്. പ്രഭാവതി ഭാർഗവിയോട് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഇത്രയും നാളും ചെയ്തതെല്ലാം തെറ്റായി പോയല്ലേ ഭാർഗവി, ആ പ്രകാശന കൊന്നതെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും അവനെതിരെ സാക്ഷി പറഞ്ഞു, ഇപ്പം അറിയണു അവൻ നിരപരാധിയാണ്, ഇനി നമ്മൾ എങ്ങനെ അവനെ രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, ഇതവൻ്റെ നാടകമാണോ എന്ന് അറിയണേ എങ്ങനെയാണ് പ്രഭക്കുഞ്ഞ്, എന്തായാലും സിദ്ധാർത്ഥൻ സാറൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്കിതിലൊരു തീരുമാനം എടുക്കാം. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കാർ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധു ഒക്കെ വന്നെന്ന് തോന്നണം ഭാർഗവീന്ന്. അങ്ങനെ ഇവർ എഴുന്നേറ്റ് പുറത്ത് വരുമ്പം സിദ്ധാർത്ഥനും ദേവികയും മുരളിയും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഭാർഗവിയാണ് ഈ സിദ്ധാർത്ഥനെ കണ്ടതും എന്തായി സിദ്ധു പോയിട്ട് സി എമ്മിനെ കണ്ടോന്ന് ചോദിക്കുമ്പം ഇല്ല പ്രഭേ, സി എമ്മിനെ ഇന്ന് കാണാൻ പറ്റില്ല, പക്ഷേ മന്ത്രി ഏറ്റിട്ടുണ്ട് സി എമ്മിനെ എത്രയും പെട്ടെന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കാമെന്ന്, മിക്കവാറും നാളെ തന്നെ കാണാൻ പറ്റുമായിരിക്കും എന്ന് പറയുമ്പം ഈ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, മന്ത്രിയുടെ അനുമതി ഇല്ലാതെ സി എമ്മിനെ നേരിട്ട് സിദ്ധുവിനും ദേവികയ്ക്കും കാണാൻ പറ്റില്ലേ, ഒന്നുമില്ലെങ്കിലും ദേവിക ഒരു MLA അല്ലേ, സിദ്ധു ആണെങ്കിൽ മുൻ MLA ആണ്, പിന്നെ എന്തിനാ മന്ത്രിയുടെ അനുമതി എന്ന് ചോദിക്കുമ്പോൾ സി എമ്മിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മിനിസ്റ്ററുടെ അനുമതി ഇല്ലാതെ സി എമ്മിനെ കാണാൻ പറ്റില്ല. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, മിനിസ്റ്ററുടെ അനുമതി കാത്തിരുന്ന അടുത്തെങ്ങും സി എമ്മിനെ കാണലുണ്ടാവില്ല. പിന്നെ ഒരു കാര്യം ഉണ്ടായി, ഇന്ന് ആ പ്രകാശന് ഇവിടെ വന്നിരുന്നു, അത് കേട്ടതും ഈ ദേവികയാണെങ്കിൽ പ്രകാശൻ എന്തിനും ഇവിടെ വന്നേ, എന്നിട്ട് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ, മോശമായിട്ട് പെരുമാറിയെന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല, അവൻ വളരെ പാവമായിട്ടാണ് നിന്നത്, പിന്നെ അവൻ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയുമ്പം എന്ത് കാര്യമാണ് പറഞ്ഞത്, പുതിയ നാടകമായിട്ട് ഇറങ്ങിയേക്കണേ എന്ന് മുരളി പറഞ്ഞതും ഇല്ല, ഇത് നാടകമെന്നൊന്നും ഞങ്ങൾക്ക് തോന്നണില്ല, മീരയെ കൊന്നത് പ്രകാശനല്ല എന്നാണ് പറയണേന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പ്രഭ പറയണത്, മീരയെ കൊന്നത് പ്രകാശനാന്നും പറഞ്ഞല്ലേ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതും അവനെ കോടതി ശിക്ഷിച്ചതും, പിന്നെ ഇപ്പം അവനല്ല എന്ന് പറയണത് എന്തുകൊണ്ടാണ്, അന്ന് അവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അന്ന് തെളിവും സാക്ഷിമൊഴിയൊക്കെ അവന് എതിരായതുകൊണ്ട് അവൻ പ്രതിയായത്, പക്ഷേ ശരിക്കും അവനല്ല മീരയെ കൊന്നത് അരുന്ധതിയാന്ന് അവൻ പറഞ്ഞേന്ന്. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ഈ പറയണേ, അരുന്ധതി മേഡം എന്തിനു മീരയെ കൊല്ലണമെന്ന് ചോദിക്കുമ്പം അരുന്ധതിക്ക് മീരയോട് വിരോധമൊന്നുമില്ല, പക്ഷേ എന്നോടുള്ള ശത്രുത വെച്ചാൽ അരുന്ധതി മീരയെ കൊന്നത്, അതും എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഈ മുരളി പറയുന്നുണ്ട്, ഇതെല്ലാം പ്രകാശൻ പറഞ്ഞതല്ലേ, പ്രകാശനെ അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ടാന്ന് പറയുമ്പം ഭാർഗവി പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് പ്രഭക്കുഞ്ഞിനോട് പറഞ്ഞത്, പക്ഷേ പ്രഭക്കുഞ്ഞ് അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച മട്ടാന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഇത് പ്രകാശൻ മനഃപൂർവ്വം നുണ പറയുന്നതാണെന്നൊന്നും എനിക്ക് തോന്നണില്ല, കാരണം ഇനിയിപ്പോൾ അരുന്ധതി അന്ന് തെളിഞ്ഞാലും പ്രകാശൻ്റെ ശിക്ഷ കഴിയാറായല്ലോ, അതുകൊണ്ട് അവൻ നുണ പറയണേ എന്തിനാന്ന്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചതികൾ നടക്കുന്നുണ്ട്, താൻ എന്തായാലും ഇതങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രാധികേനെയാണ്. രാധിക ശാരികയോട് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ശാരി ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ, ഇത്രയും നാളും മീരയെ കൊന്നത് പ്രകാശ് മേനോനെന്നും പറഞ്ഞ് അവൻ ജയിലിലായിരുന്നു, ഇപ്പോൾ പരോളിൽ ഇറങ്ങിയ പ്രകാശ് മേനോൻ പറയണു മീരയെ കൊന്നത് അവനല്ല അരുന്ധതിയാണ്,
ഇതെന്തൊക്കെയാണ് ഈ പറയണത്, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട അമ്മേ, അയാൾ വെറുതെ നുണ പറയണേയായിരിക്കും. ഗിരീഷിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും ഗിരീഷിനോടും രജനിയോടും അമ്മയോടും ഇവൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്, മീരയെ കൊന്നത് അവനല്ല വേറെ ആരോ ആണെന്ന്. പക്ഷേ പ്രഭാവതിയുടെ അടുത്ത് എന്നിട്ട് കൊന്ന ആളെയും പറഞ്ഞു അരുന്ധതിയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ഒരു പിടിയും കിട്ടണില്ലല്ലോ. ഇനിയിപ്പോൾ ഈ നന്ദനെ കാണാതായതിന് പിന്നിൽ ഈ പ്രകാശ് മേനോൻ എങ്ങാനും ആയിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ശരിക്കും അതും സംശയിക്കണം. അയാൾക്ക് ചന്ദ്രോത്തുള്ളവരോടും നമ്മളോടും എല്ലാവരോടും പകയുണ്ട്. ഇനിയിപ്പോൾ അത് വെച്ച് അയാൾ നന്ദേട്ടനെ എവിടെയെങ്കിലും മാറ്റിയേക്കണയാണോ എന്ന് ചോദിക്കുമ്പം രാധിക പറയുന്നുണ്ട്, എന്തൊക്കെയോ ദുരന്തങ്ങൾ സംഭവിക്കാൻ പോകാമെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. ഇപ്പോൾ തന്നെ ദുരന്തത്തിൻ്റെ നടുവിലാണ്, ഇനിയും വേറെ ദുരന്തങ്ങൾ സംഭവിച്ചാൽ നമ്മളത് എങ്ങനെ താങ്ങും മോളെ എന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട്, അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, തൽക്കാലം അമ്മ സമാധാനമായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ നമുക്ക് നന്ദേട്ടനെ കണ്ടെത്താൻ പറ്റും, അതോടുകൂടി നമ്മളുടെ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എങ്ങനെ പ്രശ്നങ്ങൾ തീരാനാ, നന്ദനെ കണ്ടെത്തിയാലും ആ ഋഷിയുടെ കൊലപാതകത്തിന് സമാധാനം പറയണ്ടേന്ന് ചോദിക്കുമ്പം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഋഷി മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോന്നൊന്നും ഇതുവരെ ആർക്കും വ്യക്തതയില്ല. അതിൻ്റെ പിന്നാലെ തന്നെ ഹരിയങ്കിൾ പോയിക്കൊണ്ടിരിക്കണം. ഹരിയങ്കിളിന് ചെറിയ സംശയമുണ്ട്, ഈ ഋഷി മരിച്ചു എന്ന് പറയണത് നേരാണോന്ന്. അപ്പം നീ എന്താ ശാരി പറയണത്, ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണോ എന്ന് ചോദിക്കുമ്പം ഈ ശാരിക പറയുന്നുണ്ട്, അതൊന്നും ഉറപ്പിക്കാറായിട്ടില്ല അമ്മേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനെ ഇസബല്ലേനെയാണ്. ഇസബല്ലയാണെങ്കിൽ കെവിനോട് പറയുന്നുണ്ട്, കെവിനെ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈ വിട്ടു പോയിക്കൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് നന്ദനെ ഋഷിയെ കണ്ടെത്തിയില്ലെങ്കിൽ പാപ്പൻ്റെ ജോലി പോവും, അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും ജയിലിലും ആവും എന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഇതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാമെന്ന്, അന്ന് നീ കേട്ടില്ലല്ലോ, നിനക്ക് നന്ദനെ സ്വന്തമാക്കണം എന്നുള്ള വാശിയല്ലായിരുന്നോ, അതുകൊണ്ട് ഇപ്പം എന്തായി, നന്ദനെയും കാണുന്നില്ല ഋഷിയെയും കാണുന്നില്ല, അവരെ കടത്തിക്കൊണ്ട് പോയത് ആരാന്നുള്ളതിനെക്കുറിച്ച് ഒരു ഊഹം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി മിക്കവാറും പോലീസ് തേടി വരുന്നത് നമ്മളെ ആയിരിക്കും. ഇപ്പം തന്നെ അരുന്ധതി മേഡം തലനാരിഴയ്ക്ക് പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെട്ടേന്ന്. അന്നേരം ഈ ഇസബല്ല പറയുന്നുണ്ട്, പോലീസ് മാത്രമല്ല അരുന്ധതി നമ്മളെ തേടി വരും, ചന്ദ്രോത്തുള്ളവരെന്തായാലും നന്ദനെയും ഋഷിയെയും കടത്തിക്കൊണ്ട് പോയിട്ടില്ല, അത് ആരാന്നുള്ളത് ഇതുവരെ കണ്ടുപിടിക്കാനും പറ്റിയില്ല, അരുന്ധതിയുടെ മുന്നിൽ നമ്മളായിരിക്കും കുറ്റവാളികൾ എന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ഇത് നമുക്ക് ദൈവം തന്ന ശിക്ഷയായിരിക്കുമ്പോഴല്ല, നന്ദൻ നമ്മളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചതും വിശ്വസിച്ചതും, അവനെ നമ്മൾ മനഃപൂർവ്വം ചതിക്കുമല്ലായിരുന്നോ, അത് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടപ്പെട്ട് കാണൂല എന്ന് പറയുമ്പം ഇസബല്ലയും പറയുന്നുണ്ട്, നീ പറഞ്ഞത് നേരാടാ, നന്ദൻ നമ്മളെ ഒരു തരി പോലും അവിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ അവനെ നല്ലോണം തന്നെ ചതിച്ചില്ലേ, അവൻ എത്ര നാളായി മനസമാധാനമായിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് പോലും, ഇപ്പം നമ്മളുടെ അവസ്ഥ അത് തന്നെയല്ലേ. ആ സമയം കെവിൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടു കിട്ടിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം ബെല്ലാന്ന്. അത് കേട്ട് ബെല്ലയാണെങ്കിലും സമ്മതത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നന്ദനെയോ ഋഷിയോ കണ്ടെത്തും എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. തുടർന്നുള്ള എപ്പിസോഡുകളിൽ മിക്കവാറും ഇവരെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.